ഹലോ നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മീൻ അവിയലാണ്. മീൻ അവിയലെന്നോ മീൻ പറ്റിച്ചെന്നോ വിളിക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നെത്തോലി മീനാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ചെറിയ മീനാണ് കുറച്ച് കൂടുതൽ നല്ലത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം. ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഒരു 10 പച്ചമുളക് മതിയാകും. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞളും ചെറിയ ഉള്ളിയും കാന്താരിയും ഒന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം അരമുറി തേങ്ങ നല്ലതുപോലെ അരയണ്ട, ഒന്ന് അരച്ച് ഒതുക്കി അരപ്പ് നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഉലുവാപ്പൊടിയും പച്ചമാങ്ങ അരിഞ്ഞതും കറിവേപ്പിലയും. ഇതിൽ ഞാൻ പുളി ചേർത്തിട്ടില്ല. മാങ്ങ ചേർത്തത് കൊണ്ടാണ് പുളി ചേർക്കാത്തത്. മാങ്ങ ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ്. മാങ്ങ ചേർത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് പുളി ഇതിൽ ചേർക്കണം. അടച്ച് വെച്ച് അരപ്പൊന്ന് തിളയ്ക്കുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കണം. തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ നെത്തോലി മീൻ നമുക്ക് ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് അരപ്പും മീനും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് നല്ലതുപോലെ തിളച്ച് മീൻ വെന്ത് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരുപാട് വറ്റിപ്പോകണ്ട, കുറച്ച് ഒരു ഈർപ്പം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കുറച്ച് ഇറക്കാറാകുമ്പോൾ കുറച്ച് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. കറി തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിനൊപ്പം മീൻ പറ്റിച്ചതും പച്ചമാങ്ങ ചമ്മന്തിയും നാരങ്ങ അച്ചാറും പച്ചമോരുമാണ് ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.